കേട്ടല്ലോ, ഒന്നങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതേ മാതൃകയിൽ തന്നെ അടുത്ത പരിപാടി അവന്മാർ തുടങ്ങി. ഇതിനകത്തും ആൾക്കാരെ ചേർത്ത് പൈസ തട്ടി കഴിയുമ്പോഴത്തേക്ക് ഇതും അവന്മാർ നിർത്തിയിട്ട് അടുത്ത പരിപാടി തുടങ്ങും. ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്ര പറ്റിക്കപ്പെട്ടത് മനസ്സിലാവാത്ത ഒരു ആൾക്കാരായി പോയി നമ്മുടേത്. ഇതിനകത്ത് ആരെങ്കിലുമൊക്കെ പോയി വീഡിയോടെ എത്ര കേട്ടാലും ആരെങ്കിലുമൊക്കെ പോയി വീഴും, പൈസ ഇടും. 500 രൂപയല്ലേ ഉള്ളു എന്നും പറഞ്ഞ് ഇടും. 500 ഇട്ടപ്പോൾ 1000 കിട്ടിയല്ലോ എന്നും പറഞ്ഞ് 1000 ഇടും. പിന്നെ അവസാനം എല്ലാം കൂടെ ഉമ്മാര് ബൂം ചിക്ക വാവയാക്കിക്കൊണ്ട് പോക്കറ്റ് ഇട്ടുണ്ടെങ്കിൽ പോവും. അന്നേരമാണ് മനസ്സിലാവുന്നത് പറ്റിക്കപ്പെട്ടു എന്ന്. ഇങ്ങനെയുള്ള സ്കാമിന്റെ ഒക്കെ വാർത്ത ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറെ ആൾക്കാർ മെസ്സേജ് ഉണ്ടായിരുന്നു, ബ്രോ എന്റെ 30,000 പോയി, എനിക്ക് 5 ലക്ഷം പോയി. 5 ലക്ഷം പോയി എന്നൊക്കെ പറഞ്ഞൊരു പെങ്കുതിരിക്ക് മെസ്സേജ് അയച്ചു. ഇങ്ങനെയുള്ളവർ ചിലപ്പോൾ നാണക്കേട് പേടിച്ചിട്ട് പുറത്ത് പറയില്ല, പോയത് പോയി, ഇനി എന്തിനാ നാണകം കൂടെ കിടന്നെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതങ്ങിരിക്കും. ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ കുറെ കൊണച്ച ഇൻഫ്ലുവൻസേഴ്സ് ഇവന്മാരെയൊക്കെയാണ് ആദ്യം പെടലിക്കടിക്കണം. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ കുഴി നമ്മൾ തന്നെയാണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവന്മാർ പൈസയ്ക്ക് വേണ്ടി എന്ത് തൊട്ടിത്തരവും കാണിക്കും. അപ്പം ജാഗ്രതയോടെ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഇനി അതൊന്നും പോയി വീഴാതിരിക്കുക. എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം? ആർക്കെങ്കിലും ഇതുപോലുള്ള പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ശരി, എനിക്ക് ബൈ.